ഹലോ ഇന്നാണ് നമ്മുടെ വേൾഡ് കപ്പിന് ഫൈനൽ. എല്ലാ കളിയും റൂമിൽ ഇരുന്ന് കണ്ടുണ്ട്. ഈ കളി എന്തായാലും പുറത്ത് പോയി കാണാൻ നേരി. പുറത്ത് നല്ല മഴയും. ഫ്രണ്ട്സുമായിട്ട് വണ്ടി എടുത്ത് നേരെ വിട്ട് നമ്മുടെ അടുത്തുള്ള LPS റോഡിൽ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ വലിയൊരു സ്ക്രീനിൽ കളി കാണാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. സ്റ്റേഡിയത്തിന്റെ അടുത്തൊന്നും ഒരു പരിപാടിയില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ കറുകപ്പള്ളിക്ക് വിട്ടു. അവിടെ എത്തിയപ്പോൾ അവിടെ പാട്ടും പരിപാടിയും നിറച്ച ആൾക്കാരും. ഇത് വണ്ടിയിൽ പരസ്യം ചെയ്യുന്ന സ്ക്രീനാണ്. ഇതിലും വലിയ സ്ക്രീൻ കുറച്ച് മാറി ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണ് അവിടെയൊക്കെ നിൽക്കാൻ പറ്റാത്ത പോലെ ആൾക്കാർ. മഴ പെയ്താൽ തീർന്നു, മൊത്തം നനഞ്ഞു കുളിക്കേണ്ടി വരും. അതുകൊണ്ട് അവിടുന്ന് വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്ത് പോകാൻ. ഈ വണ്ടിയിലെ സ്ക്രീനിലും കാണാൻ നല്ല സ്പോട്ടായിരുന്നു. പക്ഷെ മഴ പെയ്താൽ തീർന്നു. അതുകൊണ്ട് നേരെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ കത്തിരിക്കടവ് പാലത്തിന് സൈഡിലുള്ള സ്പോട്ടിൽ വന്നു. ഇവിടെ എന്തായാലും തിരക്ക് കുറവായിരുന്നു. പെട്ടെന്ന് പോയി വണ്ടിയും വെച്ച് വന്ന് സ്ഥലം പിടിച്ച്. ഇവിടെ ആ സമയം എല്ലാവരും വലിയ ആഘോഷം തന്നെ. പുറത്തപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴ. അപ്പോഴും ആവേശം ഇവിടെ പൊടി പിടിക്കുകയാണ്. കളി തുടങ്ങാറായപ്പോഴത്തേക്ക് ആൾക്കാർ ഉള്ളിൽ നിറഞ്ഞു. പിന്നെ കളി കണ്ടങ്ങിരുന്നു. കളി കണ്ട് കുറച്ചായപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ഗോൾ വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട. അവസാനം സ്പെയിൻ ജയിച്ചതും പൂവലും ബഹളവും പടക്കം പൊട്ടിക്കലും പിന്നെ ഊക്കിന്റെ പെരുമഴയായിരുന്നു. ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് വിട്ടു. പോകുന്ന വഴിക്കൊക്കെ കുറെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു കളി കാണൽ. പോകുന്ന വഴി നമുക്ക് ടൂക്കായിരുന്നു. അവിടുന്ന് നേരെ സ്റ്റേഡിയത്തിലെത്തി. ഞങ്ങൾ അവിടെ വരുന്നത് വരെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. വന്നു കഴിഞ്ഞത് എവിടുന്നൊക്കെയാണോ ആൾക്കാർ വന്നത്. ഫുള്ള് കൂവലും ബഹളമായിട്ട് വണ്ടി ഇറപ്പിച്ച് പോക്കായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് നാരങ്ങവെള്ളം കുടിച്ചിരുന്നു. അപ്പോഴും ഊക്കല് തന്നെ. അപ്പോഴത്തേക്ക് ആഹ്ലാദം പൊടിയായിരുന്നു. ആവേശം അതിരി വിട്ടതും പോലീസ് ഒന്ന് പൊക്കി തുടങ്ങി. അപ്പോഴേക്കും അവിടെ മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. വണ്ടിയും കൊണ്ട് പടക്കം പൊട്ടിച്ചവരെയൊക്കെ പിടിച്ച് ഫൈനും അടിച്ചു കൊടുത്തു. എന്തായാലും കൊള്ളായിരുന്നു മൊത്തത്തിൽ. ഈ സ്ഥാനത്ത് അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ നടക്കേണ്ടത്. എന്തായാലും ലഹരിയിൽ നിന്നൊക്കെ മോചനം നേടാൻ വേണ്ടി മത്സരങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പം അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഇനി വേറെ വഴി നോക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഇനി യൂക്കുകൾ കുറെ നാളത്തേക്ക് കിട്ടേണ്ടി വരും. കിട്ടുന്നത് വാങ്ങി മിണ്ടാതെ അങ്ങ് പോവുക. അപ്പോൾ തിങ്ക് ഹാപ്പി, ബി ഹാപ്പി, ബൈ ബൈ ആൾ.